പ്രിയപ്പെട്ട ആസ്വാദകർക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. ഞാനിങ്ങനെ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. പുറത്ത് കുറേ നേരമായിട്ട് നല്ല മഴ, ചെറിയ മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ അന്തരീക്ഷം. ചെറുപ്പം മുതൽ സിനിമകൾ കാണുമ്പോഴേ സിനിമയിൽ പ്രണയം പറയുന്ന വളരെ വികാരവായ്പ് ഉള്ള രംഗങ്ങൾ കാണിക്കുമ്പോഴൊക്കെ അവിടെ ഒരു മഴ ഇങ്ങനെ പാരലായിട്ട് പെയ്യുന്നത് ഒരു ശീലമുണ്ട്. ഇത് എന്തിനാണ് അവിടെ മഴ പെയ്യേണ്ട ആവശ്യം എന്നറിയില്ല. മഴ ഇതിൻ്റെ ഒരു സഹയാത്ര ചെയ്യുന്ന പോലെയാണ്. ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ എഴുതി വച്ചിരിക്കുന്ന പ്രണയത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രതിഷേധത്തിൻ്റെ, പ്രയാസങ്ങളുടെ, പ്രതിബന്ധങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒക്കെ അക്ഷരക്കൂട്ടങ്ങൾക്ക് ഇവിടെ ഒരു പ്രകാശനം നിർവഹിക്കപ്പെടുമ്പോൾ അതിന് മഴ ഒരു കൂടെ ഒരു സാക്ഷിയായിട്ട് എത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ സിനിമ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, എനിക്ക് ചെറിയ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീൻ കാണാനായിരുന്നു ഇഷ്ടം ബാല്യത്തിൽ. പിന്നെ കൗമാര യൗവനങ്ങളിലേക്ക് വന്നപ്പോൾ കുറച്ച് പ്രണയം കലർന്ന രംഗങ്ങളോ പാട്ടുകളോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. സിനിമയുടെ വിവിധ തലങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള സൈഡ്സ് ഉണ്ട്. അതിൽ സംവിധാനമുണ്ട്, അല്ലെ, ക്യാമറ വർക്കുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, ഒരുപാടധികം കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പിന്നീട് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയ സത്യം, പൊതുവെ സൃഷ്ടികൾ അതിൽ പ്രാഥമികമായിട്ട് ഇതിൻ്റെ കഥ രൂപപ്പെടുന്നതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഇതിൻ്റെ ഒരു തലം. ഒരു കഥ എഴുതുന്ന ആളുടെ ഹൃദയത്തിൽ നിന്നും ഒരു കഥാചിന്തയുടെ വിത്ത് ഇങ്ങനെ പതുക്കെ വളർന്ന് അത് പടർന്ന് പന്തലിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള ചലച്ചിത്ര സൃഷ്ടികളും പുസ്തകങ്ങളും അല്ല. പല എഴുത്തുകൾക്കും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ദൃശ്യരൂപം സമ്മാനിക്കാൻ പലപ്പോഴും പറ്റാറില്ല. അപൂർവം ചില എഴുത്തുകൾക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെ കഥയെ, കഥാമുഹൂർത്തങ്ങളെ, കഥാപാത്രങ്ങളെ, അവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിനിമകൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ 80s-ലും 90s-ലും ഒക്കെ കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ എത്രയോ നല്ല കുടുംബ കഥകൾ ചർച്ച ചെയ്യുമ്പോഴും KG ജോർജ് സാറിൻ്റെ പടങ്ങൾ എടുത്തു നോക്കിയാൽ, പത്മനാഭൻ സാറിൻ്റെ, ഭരതൻ സാറിൻ്റെ, ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾ എടുത്തു നോക്കിയാൽ പതിവായിട്ടുള്ള ചലച്ചിത്രാവിഷ്കാരങ്ങളുടെ, കഥ പറച്ചിലുകളുടെ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങളിൽ നിന്നും വേറിട്ട ഒരു പൊളിച്ചെഴുത്താണ് ഇവരൊക്കെ നടത്തിയിട്ടുള്ള സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ് എന്ന് ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ളതാണ് വികാരങ്ങളും വിചാരങ്ങളും വിവേകവും ഒക്കെ. സത്യത്തിൽ ഈ മനുഷ്യൻ വികാരങ്ങളെ പലപ്പോഴും ഇങ്ങനെ അടിച്ചമർത്തി ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. വിവേകം എന്നതുപോലും പലതിനും അടിമപ്പെട്ട് പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. കൃഷ്ണയുടെ പല്ലാങ്കുഴി എന്ന പുസ്തകത്തിൽ വികാരങ്ങളെ, വിചാരങ്ങളെ, വിവേകങ്ങളെ ഭയപ്പെടാതെ ഒരു എഴുത്തുകാരിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി, ആത്മാഭിമാനത്തോടു കൂടിയിട്ട് സ്വന്തം സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും പകർത്തി വയ്ക്കാൻ ആ കുട്ടി കാണിച്ചിട്ടുള്ള ആ കുട്ടിയുടെ ശ്രമത്തിനെയാണ് നമ്മളൊന്ന് കൈയടിച്ച് അഭിനന്ദിക്കേണ്ടത്. ഈ സദസ്സിൽ വന്ന് കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കും. ഇത്തരത്തിലുള്ള പല പരിപാടികൾക്കും പോകാറുണ്ട്. വളരെ ഫോർമലായിട്ടാണ് പല പ്രോഗ്രാമുകൾ നടക്കാറുള്ളത്. വന്നിരിക്കുന്ന ഇവിടെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു, അവിടെ ഇരിക്കുന്നൊരു ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു, കുറച്ചു നേരം പുറത്തിറങ്ങി ചായ കുടിക്കുന്നു, തിരിച്ചു വരുന്നു, പറയുന്നു, പോകുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ഇവിടെ ആദ്യം സ്വാഗത പ്രസംഗം മുതൽ, അധ്യക്ഷ പ്രസംഗം മുതൽ, ഞാൻ ഓരോ പുസ്തകം പരിചയപ്പെടുത്തുന്ന മുതൽ, മൈത്രേയൻ സാറിന്റെ ടോക്ക് മുതൽ, പ്രദാസറിന്റെ ഓരോരുത്തരുടെയും പ്രഭാഷണങ്ങളിൽ ആ കുട്ടിയോട്, ആ കുട്ടിയുടെ എഴുത്തിനോട്, ആ പ്രഥമ ശ്രമത്തിനോടുള്ളൊരു ആദരവുണ്ട്. അങ്ങേയറ്റത്തൊരു ആത്മബന്ധമുണ്ട്. കണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരും കണ്ണിലും മുഖഭാവത്തിലും ആ കുട്ടി കൂടുതൽ നന്നായി കാണണം, വെളിച്ചമുള്ള ഒരു എഴുത്തിന്റെ വഴിയിലേക്ക് നടന്നു മുന്നേറണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രതീക്ഷ ഓരോരുത്തരുടെയും വാക്കുകളിലുണ്ട്. അതിന്റെ കാരണം ഒരുപക്ഷെ ബാല്യ കൗമാര കാലങ്ങളിൽ തീവ്രമായിട്ടുള്ള ഒരുപാടധികം അനുഭവങ്ങളുടെ തീച്ചൂട് അനുഭവിച്ചുകൊണ്ട് കൃഷ്ണ ഒറ്റയ്ക്കിരുന്ന് എഴുതി കൂട്ടിയതാണ് ഈ പുസ്തകത്തിൽ കാണുന്ന 7 കഥകൾ എന്ന് തന്നെയാണ്. അതിൽ പ്രണയത്തെ, അതിതീവ്രമായ അനുരാഗത്തെ, കാമനകളെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നതിന് ഒരു ഊതിന്റെ സുഗന്ധമുണ്ട്. എനിക്ക് വളരെ കുറച്ച് സമയം ഈ പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ മറിച്ചു നോക്കിയപ്പോൾ ചില വരികളിലെ അക്ഷരവിന്യാസം എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് പറഞ്ഞു വന്നത് ശൂന്യമായി പോകുന്ന മനസ്സുകളെ കുറിച്ചാണ്. ഒന്നും മാർക്കും മുഴുവനായി കൊടുക്കരുത്, ഒന്നിലും പരിപൂർണമായി മനസ്സർപ്പിക്കരുത്. ഒരു ദുഃഖമില്ലാതാകുമ്പോൾ, ഒരു ആവലാതി തീരുമ്പോൾ, ഒരു മുറിവുണങ്ങുമ്പോൾ തോന്നാറുള്ള ഒരു നിസ്സംഗതയുണ്ടല്ലോ, അത് സത്യത്തിൽ ഒരു ആശ്വാസമല്ല, മറിച്ച് നമുക്ക് ആ അവസ്ഥ മിസ് ചെയ്യുകയാണ്. ഓരോ ദുഃഖവും നമ്മൾ ആസ്വദിക്കുന്നു,
ഉണങ്ങുന്ന ഓരോ മുറിവും നമ്മൾ പൊളിച്ചു നോക്കി വേദനിക്കുന്നു. ഒരു ഉത്തരവാദിത്വം തീരുമ്പോൾ അതേ അവസ്ഥയാണ് തികച്ചും ശൂന്യമായ അവസ്ഥ. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും പലർക്കും. ചിലർക്ക് പറയാൻ മടി, ചിലർക്ക് ഭയം, ചിലർക്ക് അത് എഴുതി ഫലിപ്പിക്കാനുള്ള പരിചയക്കുറവ്. കൃഷ്ണ ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള വിചാരങ്ങളെ, ചിന്തകളെ ഭംഗിയുള്ള ഭാഷയിൽ എഴുതി തീർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി മാത്രമല്ല, ഒരു ചലച്ചിത്ര രചനയുടെ ലോകം കൃഷ്ണയ്ക്ക് മുമ്പിലുണ്ട്. ഒരുപക്ഷെ എനിക്ക് സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു കഥ ഒരു ഷോർട്ട് ഫിലിം ആയിട്ടോ പിന്നീട് ഒരു സിനിമാ പ്രൊജക്റ്റ് ആയിട്ടൊക്കെ മാറ്റുവാനുള്ള ശ്രമങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കാം എന്നൊരാഗ്രഹം പറയുന്നു. അതൊരു കമ്മിറ്റ്മെന്റ് ഉറപ്പല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. എന്നാൽ പോലും അങ്ങനെയുള്ള ഒരു സ്ക്രീൻ റൈറ്റിങ്ങിന്റെ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചില വരികൾ കൂടെ പറഞ്ഞുകൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അതായത് ജ്യോതിഷ് വനജ എന്ന ഒരു കൃതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്: തൻ്റെ എഴുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ബഹുമാനം തോന്നുന്നു. താൻ കൂടുതൽ എഴുതണം. വ്യത്യസ്തമായ ഭാവനാലോകങ്ങൾ വായനക്കാരിൽ സൃഷ്ടിക്കുമ്പോഴാണ് എഴുത്തുകാർ വ്യത്യസ്തമാകുന്നത്. നമ്മുടെ ബലഹീനതകളിലും മേൽക്കോയ്മകളിലും തളച്ചിടപ്പെടാതെ വിശാലമായ ലോകത്തേക്ക് നോക്കി എഴുതുക. ഒരു കാലത്ത് ഈ ലോകം ലെജൻഡറി റൈറ്റർ എന്ന് വിളിക്കും കൃഷ്ണയെ. ആശംസകൾ. താങ്ക് യു.